ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴോട്ടങ്ങ് ഒതുങ്ങിക്കോളും. ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് നമുക്കിത് നേരിട്ട് വെയിലത്തോട്ട് കൊണ്ട് വെക്കാൻ പറ്റുന്നത്. ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ചിരട്ട എടുത്തിട്ട് ഇതങ്ങ് മൂടണം. ഹലോ ഡിയേഴ്സ്, വ്ലോഗ്സ് ബൈ ഹസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മുടെ സലാഡ് വെള്ളരിയൊക്കെ ഇതാ വളർന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ടാക്കണം. വലിയൊരു ചട്ടിക്കകത്തോട്ടെ 4 തയ്യായിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് സലാഡ് വെള്ളരിക്കുള്ള പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാവേ. ഇത് ഉണക്കച്ചാണാനും കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കിതാ ഇത്രയും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, ഇതാ ഒരു പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, ഇതിനകത്താണ് നമ്മൾ സലാഡ് വെള്ളരി നടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തോടെ നമ്മൾ കരിയിൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് മണ്ണ് നിറച്ച് വരുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് താഴോട്ടങ്ങ് ഒതുങ്ങിക്കോളും. അപ്പോൾ നമുക്ക് വീണ്ടും പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത പോട്ടിംഗ് മിക്സ് എല്ലാം എന്താ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെടി വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇനിയും താഴോട്ടങ്ങ് അമർന്ന് പൊക്കോളും. കാരണം കുറേ കരിയിലിട്ടേക്കുരി നമ്മൾ. അപ്പോൾ അത് താഴോട്ട് അമർന്ന് പോകുമ്പോൾ നമുക്ക് അതിനുള്ള വീണ്ടും മണ്ണിട്ട് കൊടുക്കാനുള്ള സ്പേസും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡിലോട്ടും നമുക്ക് തൈ വെച്ച് കൊടുക്കാം. ഇങ്ങനൊരു കുഴി എടുത്തിട്ട് ഇതാക്കണ്ടോ. ഇത് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേര് പോകാതെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. കണ്ടോ, വേര് കണ്ടോ, നല്ല വേരുണ്ട്. നമുക്കിതുപോലെ അങ്ങ് പതിയെ അങ്ങ് വെക്കണം. ഇങ്ങനെ വേരിന് അനക്കം തട്ടാതെ വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിപ്പോൾ ഡയറക്റ്റ് വെയിലത്തോട്ട് തന്നെ വെക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ പിന്നെ വേരായിട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കണലെടുത്ത് വെച്ച് ചെടി ഒന്ന് വേര് പിടിച്ച് വന്നതിന് ശേഷം മാത്രമേ വെയിലത്തോട്ട് വെക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് 4 തൈയും നട്ടു കൊടുക്കാം. കണ്ടോ, നമ്മൾ 4 തൈയും ഇപ്പം നട്ട് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതാ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കണം. കുപ്പി എടുത്തിട്ട് വേണ്ട അതിൻ്റെ ഈ സൈഡിലെല്ലാം കുറച്ച് ഹോളിടണം. നമ്മുടെ പപ്പടം കുപ്പി ഉണ്ടല്ലോ, അത് ചൂടാക്കി ഹോളിട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഈ ഇത്രയും ഭാഗം മാത്രമേ ഹോളിടാവുള്ളൂ, ഇങ്ങോട്ടിടരുത്. ഇത്രയും ഭാഗത്ത് ഹോളിടണം. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ ചൂടാക്കിയതാ ഇവിടെ ഒരു ഹോളിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിലോട്ട് കത്രിക വെച്ചിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഫുള്ളായിട്ട് അങ്ങ് മാറ്റണം. ഇതിനകത്ത് നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടാൻ. ഇത് ആദ്യമൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കും, പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് അടയത്തില്ല. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇങ്ങനെ ഇങ്ങ് മാറ്റണം. എന്നിട്ട് ഇങ്ങനെ അടപ്പങ്ങ് ഊരി മാറ്റണം. ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം. എന്നിട്ട് ഈ കുപ്പി നടുക്കോട്ടങ്ങ് താത്ത് വെക്കണം. നമ്മൾ ആ ഹോൾ ഇട്ടില്ലയോ, അത് മണ്ണിൽ തട്ടി നിൽക്കത്തക്ക രീതിയിൽ അത്രയും പൊക്കത്തി വേണം വെക്കാൻ. എന്നിട്ട് മണ്ണിട്ടങ്ങ് ഉറപ്പിച്ചേക്കണം. ഇനി നമുക്കിതിലോട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കണം. സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോല് ഇട്ട് കൊടുക്കാം. അടിക്കോട്ടങ്ങ് താത്ത് വെച്ച് കൊടുക്കണം. അമർത്തി അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് അഴുകിക്കോളും.
എന്നിട്ട് ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ചിരട്ട എടുത്തിട്ട് ഇതങ്ങ് മൂടണം. കണ്ടോ, ഇങ്ങനെ അങ്ങ് മൂടി വെക്കണം. ഈ 4 തൈ ഇതിനകത്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഈ കരിയില ഇട്ടേക്കുന്നത് കൊണ്ട് നിറച്ച് സ്പേസ് കിട്ടുകയും ചെയ്യും. വളർന്നു വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളർന്നു വരട്ടെ. വളർന്നു വരുമ്പോൾ ഇതിന് ഈസി ആയിട്ടൊരു പന്തൽ എങ്ങനെ ഇടുന്നതെന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.